അർജുൻ്റെ ബോഡി കൊണ്ടുവന്ന ബോക്സാണ്. എന്തോ ഇതൊക്കെ അർജുന്റെ ബോഡി കൊണ്ടുവന്ന ബോക്സ് ആണെന്നൊക്കെ പറഞ്ഞു യൂട്യൂബർമാർ അർജുന്റെ വീഡിയോ കയറി ഇറങ്ങി നടക്കുകയാണ്. വീട്ടിലേക്ക് കയറുന്നില്ലെങ്കിലും പരിസരത്തെല്ലാം തമ്പടിച്ച് നിൽക്കുകയാണ്. ഒരു വീഡിയോ ഞാൻ കണ്ടു, അർജുന്റെ ബോഡി കൊണ്ടുവന്ന ബോക്സ് എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അർജുന്റെ ഫ്ലെക്സിന് മുമ്പിൽ പോയിട്ട് അഭിനയിച്ച് കാണിക്കുന്നു, സങ്കടം കാണിക്കുന്നു. എന്നിട്ട് ഇവരുടെ വീടിന്റെ മുമ്പിൽ വന്നിട്ട് ആ വീട്ടിലേക്ക് ക്യാമറ തിരിച്ചു വെച്ച് ആ വീട്ടുകാരുടെ പ്രൈവസി ഇപ്പോഴും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെ നമ്മൾ കുറച്ച് ആളുകൾക്ക് മുമ്പ് വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായിട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അറിയാതെ നിൽക്കുന്ന സമയത്ത് ഇതുപോലെ കുറെ ആൾക്കാർ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും വണ്ടി പിടിച്ച് നേരെ വയനാട്ടിലേക്ക് പോയി. ഉദ്ദേശം വ്യൂസ് മാത്രമാണ്. ഇത് ആ ഒരു സമയത്ത് വളരെ സെൻസിറ്റീവായിട്ട് നിൽക്കുന്ന ഒരു വിഷയം നമ്മളെടുത്ത് ഇതുപോലെ മാർക്കറ്റ് ചെയ്ത് അതിൽ നിന്നും പണം ഉണ്ടാക്കുക എന്ന് പറയും. ഒരാൾ മരിച്ചു, ഇത് കേരളം മുഴുവൻ നമ്മൾ കണ്ടതാണ്. ഒരാൾ മരിച്ചു, ആ വീടിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. ഒരു മരണം നടന്ന വീടാണ്. ആ മരണം നടന്ന വീട്ടിലേക്ക് തിരക്കി പിടിച്ച് നമ്മൾ പോകുന്നു. വഴിയിൽ കാണുന്ന ഫ്ലെക്സ് ഒക്കെ നമ്മളത് വീഡിയോ എടുക്കുന്നു. ഫ്ലെക്സിന് മുമ്പ് നിന്നിട്ട് ബബ്ബ ബബ്ബ എന്നൊക്കെ പറഞ്ഞിട്ട് ഡയലോഗ് അടിക്കുന്നു. നേരെ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? പ്രധാനപ്പെട്ട മീഡിയക്കാര് ക്യാമറയൊക്കെ പിടിച്ച് അവിടെ നിൽക്കുക. മരണം നടന്നിട്ടും വീണ്ടും അവിടെ ക്യാമറയൊക്കെ പിടിച്ചുകൊണ്ട് ഇപ്പോഴും ഇന്ന് നോക്കിയാലും ചിലപ്പം ഏതെങ്കിലും ഒരു മീഡിയക്കാർ ആ വീടിന്റെ ചുറ്റുപാടിൽ നിന്ന് വട്ടം ചുറ്റി നടക്കുന്നുണ്ടായിരിക്കും. അപ്പം ഇതുപോലെ കുറെ യൂട്യൂബർമാരും ഇപ്പൊ ആ വീട് തിരക്കി പിടിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് കണ്ടപ്പം ഒരു ഇത് തോന്നിയെന്ന് വെച്ചാൽ, അർജുൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി മരിച്ചു. ആ മരിച്ച ഭാഗത്ത് ഈ ആംബുലൻസിൽ കൊണ്ടുവരുന്നൊരു ബോക്സ് ഉണ്ട്, ബോഡി വെക്കുന്നത്. ആ ബോക്സ് അവിടെ ഇരിപ്പുണ്ട്. ആ ബോക്സ് വരെ മാർക്കറ്റ് ചെയ്ത് അർജുന്റെ ബോഡി കൊണ്ടുവന്ന ബോക്സ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഉളുപ്പില്ലായ്മയല്ലേ. ഇനിയും ഇങ്ങനെ ആൾക്കാർ എന്തിനു വേണ്ടിയാണ് ആ വീട് തെരഞ്ഞു പിടിച്ച് പോകുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കണം. അർജുനെ കണ്ടുകിട്ടി, ആ ബോഡി അടക്കം ചെയ്തു. ഇനിയുള്ളത് അവരുടെ പ്രൈവറ്റ് ജീവിതമാണ്. ആ പ്രൈവറ്റ് ജീവിതത്തിലേക്ക് കടന്നു കയറി ചെല്ലാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മീഡിയ ആയാലും യൂട്യൂബർമാരായാലും ചെയ്യേണ്ടത്. അതല്ലാതെ ദുരന്തം വിൽക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനി ഒരു കാര്യം പറയാനുള്ളത്, യൂട്യൂബർമാരെയൊക്കെ മാറ്റി വെക്കാം. ഇതല്ലാതെ അർജുന്റെ വിഷയത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ മുതലെടുപ്പ് നടത്തിയത് നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട മീഡിയക്കാരാണ്. ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും കുറെ മീഡിയക്കാർ അവിടെ പോയിട്ട് കുത്തിത്തിരിപ്പുണ്ടായിട്ടുണ്ടായിരുന്നു. ആ ഷിരൂരില് ആ മണ്ണിലിച്ചിലുണ്ടായ സമയത്ത് തന്നെ നമ്മൾ കണ്ടാണ് പ്രധാനപ്പെട്ട മീഡിയയിലെ ചില ആൾക്കാരൊക്കെ അവിടെ പോയിട്ട് കരയുന്ന പോലെയും അല്ലെന്നുണ്ടെങ്കിൽ വെപ്രാളപ്പെട്ടും ഒക്കെ വീഡിയോ എടുത്തതും പബ്ലിഷ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനുശേഷമാണ് ഉരുൾപൊട്ടലുണ്ടായത്. പിന്നെ പെട്ടെന്ന് എല്ലാവരും ഉരുൾപൊട്ടലേക്ക് പോയി. പിന്നെ അർജുന്റെ ബോഡി കിട്ടുന്നതിന് 5 ദിവസം മുമ്പ് മാത്രമാണ് മീഡിയക്കാർ വീണ്ടും ഈ വിഷയം എടുത്ത് പബ്ലിഷ് ചെയ്യുന്നത്. അതായത് വളരെ സെൻസിറ്റീവ് ആയിട്ട് നിൽക്കുന്ന ഒരു വിഷയത്തിലേക്ക് കടന്നു ചെന്നിട്ട് അവിടെ പോയി കുത്തിത്തിരപ്പുണ്ടാക്കുന്ന ചില തലയിൽ മുടിയില്ലാത്ത റിപ്പോർട്ടർമാരെ നമ്മൾ കണ്ടതാണ്. അതിന്റെ പേരിൽ രാത്രിയിൽ ഇരുന്നിട്ട് ഭയങ്കര ജഡ്ജ്മെന്റ് നടത്തുന്ന ഈ സ്ഥാപനത്തിലെ പ്രമുഖരായിട്ടുള്ള മാധ്യമപ്രവർത്തകരെ നമ്മൾ കണ്ടതാണ്. ഇവർ ഇവിടെ ആയിരിക്കത്തില്ല ബോഡി ഇരിക്കുന്നത്, ഈ മണ്ണിനടിയിൽ തന്നെയായിരിക്കും, ഞാൻ 100% ഉറപ്പിച്ചു പറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ ഇരുന്ന് ഒരു വെളിവും ഇല്ലാതെ ഇവരൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന നമ്മൾ കണ്ടതാണ്. വെറുതെ ഒരു കാര്യമില്ലാതെ രാത്രി ഇരുന്ന് സംസാരിക്കുകയാണ്. അർജുന്റെ ബോഡി ഈ ഭാഗത്ത് തന്നെ ആയിരിക്കും. അർജുന്റെ വണ്ടിയുടെ മുകളിലേക്ക് മണ്ണ് വീണിട്ടുണ്ടെങ്കിൽ ആ റോഡിന്റെ സൈഡിൽ തന്നെ കാണും അർജുന്റെ ബോഡി. ആ ലോറി അതിന്റെ അടിയിൽ തന്നെ കാണും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായ രീതിയിലുള്ള സംസാരങ്ങളായിരുന്നു ഇവിടെ പറഞ്ഞത്. എന്നിട്ട് ഈ മണ്ണിനകത്ത് ഈ വെള്ളത്തിനകത്തേക്ക് മണ്ണും ലോറിയും പോയിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ നോക്കാൻ നേരത്ത് ഈ ആനിമേഷൻ സഹിതം വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്ത ടീമൊക്കെയാണ് നമ്മുടെ മാധ്യമ പ്രവർത്തകർ. അത് വലിയ പുണ്യപ്രവർത്തിക്ക് വേണ്ടിയൊന്നുമല്ല. ആ സമയത്ത് അവർക്ക് മാർക്കറ്റ് വേണമായിരുന്നെങ്കിൽ അവർക്ക് TRP വേണമായിരുന്നു. ഇതൊക്കെ കഴിയാൻ നേരത്ത് ഉരുൾപൊട്ടൽ കഴിയുമ്പോൾ ഞാൻ കണ്ടതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട മീഡിയ പറയുന്നത് ഞങ്ങൾ 1ാം സ്ഥാനത്താണ് എന്നുള്ള രീതിയിൽ ഭയങ്കര അവകാശവാദമൊക്കെ ആയിട്ട് വന്നത്. അതായത് ഇവിടുത്തെ കേരളത്തിലെ എല്ലാ മീഡിയയും ലൈവ് ടെലികാസ്റ്റ് കൊടുത്തിട്ട് പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകരെ ഷിരൂരിലേക്ക് വിട്ട് മാധ്യമപ്രവർത്തകരെല്ലാം കൂടെ അവിടെ കിടന്ന് ബഹളം വെക്കുന്നതും കാക്കക്കൂട്ടയിൽ കല്ലെറിയുന്ന പോലെ കിടന്ന് ബഹളം വെക്കുന്നതൊക്കെ നമ്മൾ കണ്ടാണ്. സത്യസന്ധമായ മാധ്യമപ്രവർത്തനം എന്നൊക്കെ പറയുന്നത് വളരെ ചുരുക്കമാണ്. ഈ അടുത്ത സമയത്ത് മനാഫുമായി ബന്ധപ്പെട്ടൊരു വിഷയം നടന്നായിരുന്നല്ലോ. അർജുന്റെ ഫാമിലി മനാഫുമായി ബന്ധപ്പെട്ട വിഷയം നടന്നപ്പോഴും എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്, ഇതിനകത്ത് യഥാർത്ഥത്തിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയത് മീഡിയക്കാരാണ്. അഖിൽമാരാർ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റിൽ വളരെ വ്യക്തമായിട്ട് അഖിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ആ പോസ്റ്റ് വായിച്ച് കേൾപ്പിച്ചു തരാം. ശരിയും തെറ്റും ചർച്ച ചെയ്യാം. യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്തായാലും ഒരു മഹാപരാധമായി കാണാൻ എനിക്ക് കഴിയില്ല. മറിച്ച് വേണ്ടപ്പെട്ടവരെ ഒരാഴ്ച കഴിയുമ്പോൾ മറക്കുന്ന മനുഷ്യരുള്ള നാട്ടിൽ 72 ദിവസം ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി മാറ്റിവെച്ചത് ചെറിയ കാര്യമല്ല. കുഴിയിൽ വീണ സുഭാഷിനെ നീ എടുത്തില്ലെങ്കിൽ ഞാൻ എടുക്കും എന്ന് പറഞ്ഞ കൂട്ടുകാരൻ കാണിച്ച ആത്മാർത്ഥത ഭാവിയിൽ സിനിമയാകും എന്ന ചിന്തയിലല്ല, ഉള്ളിലെ സത്യം സിനിമയായി സംഭവിച്ചതാണ്. മനാഫിന് ലഭിച്ച പ്രശസ്തി അറിഞ്ഞുകൊണ്ട് അയാൾ സൃഷ്ടിച്ചതല്ല, അയാളുടെ ആത്മാർത്ഥതയ്ക്ക് സ്വാഭാവികമായും സംഭവിച്ചതാണ്.
ഇനി അർജുനെ വിറ്റ് കാശാക്കിയവരെ എതിർക്കണം എന്നാണ് ആഗ്രഹമെങ്കിൽ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളെയും നിങ്ങൾ വിമർശിക്കുക. തീർച്ചയായിട്ടും ഈ മനാഫിനെ ഈ കുഴിയിൽ കൊണ്ട് ചാടിച്ചതും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളാണ്. മനാഫിന്റെ നേരെ മൈക്കും നീട്ടി മനാഫിന്റെ അടുത്ത് പോയിട്ട് സ്റ്റേറ്റ്മെന്റ് എടുത്ത് ഇവർക്ക് വാർത്ത കൊടുക്കണമായിരുന്നു. അതിലൊരാളെ വേണമായിരുന്നു, സ്പോക്സ്മാനെ വേണമായിരുന്നു. മനാഫിനെയാണ് ഇവർ കണ്ടത്, മനാഫിന്റെ അടുത്തായിരുന്നു. അതിനു മുമ്പ് രഞ്ജിത്ത് ഇസ്രയേൽ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ടായിരുന്നു, പുള്ളിക്കാരൻ്റെ അടുത്തായിരുന്നു ഈ മീഡിയക്കാർ മുഴുവൻ. അവസാനം ഈ മീഡിയക്കാർ തന്നെ രഞ്ജിത്ത് ഇസ്രയേലിനെ തള്ളിപ്പറയുന്നൊക്കെ നമ്മൾ നിങ്ങളെയും കണ്ടായിരുന്നു. അപ്പം ഒരു വ്യക്തി വേണമായിരുന്നു സംസാരിക്കുന്നത്. ആ വ്യക്തിയെ സൃഷ്ടിച്ചെടുത്തു, ആ വ്യക്തിയെ ഉയർത്തി കാണിച്ചതും മാധ്യമങ്ങൾ. അവസാനം ഈ പാവം പിടിച്ച മനാഫിനെ കൊണ്ട് കുഴിയിലും ചാടിച്ചത് മാധ്യമങ്ങൾ തന്നെയാണ്, അതല്ലാതെ വേറെ ആരുമല്ല. ഈ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും ഈ കുടുംബത്തിനിടയ്ക്ക് ഉണ്ടായതും വലിയ രീതിയിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ചാൽ പിള്ളേച്ചില്ല തീക്കകത്തോട്ട് പടക്ക് പറഞ്ഞ് പൊട്ടിച്ചതും മീഡിയക്കാരാണ് വാർത്തയ്ക്ക് വേണ്ടി. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അർജുൻ എന്ന് പറയുന്ന ഒരു ലോറി ഡ്രൈവറിനെ കാണാതായി 70 ദിവസം നമ്മൾ കാത്തിരുന്നു. നമ്മളെല്ലാവരും ശ്രദ്ധിച്ചൊരു വാർത്തയാണ്, നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചൊരു വാർത്തയാണ്. ഇന്ന് ആ കുടുംബത്തിന് സമാധാനമായി ജീവിക്കണം. ഇന്ന് ആ കുടുംബത്തിനും അവരുടെ ഫാമിലിയിലുള്ള ആൾക്കാർക്ക് പുറത്തിറങ്ങി പോകേണ്ടതാണ്. അവരുടെ ജീവിതത്തിനും വേണ്ടത് പ്രൈവസിയാണ്. ആ പ്രൈവസിയിലേക്കാണ് ഈ യൂട്യൂബർമാരും മീഡിയക്കാരും ഇപ്പോൾ കടന്നു എന്ന് ഒരു ക്യാമറയായിട്ട് ആ വീടിന് മുമ്പിൽ നിൽക്കുന്നത്. അത്യാവശ്യം മഹാബോർ കലാപരിപാടിയാണ്. ഈ കലാപരിപാടി നിർത്തണം. വളരെ മോശം പരിപാടിയാണ്. ഈ അർജുന്റെ ബോഡി കൊണ്ടുവന്ന ബോക്സ് വരെ കാണിച്ചുകൊണ്ട് ഇമാതിരി യൂട്യൂബ് വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്യുന്ന അത്യാവശ്യം എന്തോന്ന് പരിപാടിയല്ലേ?